സത്യം തിരിച്ചറിഞ്ഞ് തന്നെ പാകപ്പെടുത്തി തന്നെ ശുദ്ധീകരിച്ച് തൻ്റെ മനസ്സിനെ പവിത്രമാക്കി അല്ലാതെ ദുഃഖമോചനം നേടാൻ സാധ്യമല്ല. നിങ്ങൾ ദൈവത്തെ വിളിച്ചോളൂ, അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചോളൂ, വഴിപാട് നടത്തിക്കോളൂ, ശയനപ്രദക്ഷിണം നടത്തിക്കോളൂ, അന്നദാനം നടത്തിക്കോളൂ, എന്ത് പണ്ടാരം വേണമെങ്കിലും നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ആത്മാവ് മാത്രമേ ഇവിടെയുള്ളൂ എന്നുള്ള പരമസത്യം നിങ്ങളുടെ ബുദ്ധി ഉൾക്കൊള്ളാതെ നിങ്ങളുടെ ദുഃഖം പൂർണ്ണമായി തീരുകയില്ല. പൂർണ്ണമായ ദുഃഖമോചനം സാധ്യമല്ല. പക്ഷേ ഈ സർവേശ്വരനെ മാത്രം ആരും ശരണം പ്രാപിക്കുന്നില്ല. എവിടെയൊക്കെയോ ചെല്ലുന്നു. ആ ദേവൻ, ഈ ദേവൻ, കുട്ടിച്ചാത്തൻ, മാടൻ, മറുത, യക്ഷി, ബ്രഹ്മരക്ഷസ്, നവഗ്രഹങ്ങൾ എല്ലാറ്റിൻ്റെയും മുമ്പിൽ ചെന്ന് വീണ് വണങ്ങുന്നു. എന്തൊക്കെയോ പരിഹാരം ചെയ്യുന്നു. ഓരോ വസ്തുക്കൾ അതാത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുന്നു. ഇനി എല്ലാം അദ്ദേഹം നോക്കിക്കോളും. ഒന്നും നോക്കില്ല. ഈ നവഗ്രഹങ്ങളും ഒരു ഈശ്വരനും ഒന്നും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കില്ല. കാരണം പ്രശ്നങ്ങൾ നമ്മുടെ സൃഷ്ടികളാണ്. ഞാൻ ഇല്ലാത്ത പ്രശ്നത്തെ ഉണ്ടെന്ന് കരുതി ദുഃഖിക്കുന്നു. ഈ ഇല്ലാത്ത പ്രശ്നങ്ങൾ ദൈവം എന്തിനു തീർത്തു തരണം? വേറെ പണിയില്ലേ? കാനൽ ജലം വറ്റിക്കുന്നതാണോ ആ സർവേശ്വരൻ്റെ ജോലി? സർവേശ്വരനെ വിളിച്ചിട്ട് ഈ കാനൽ ജലം ഒന്ന് വറ്റിച്ചു തരണമെന്ന്. കാനൽ ജലത്തിൽ വെള്ളമില്ല, നിങ്ങൾക്ക് വെറുതെ ഉണ്ടെന്ന് തോന്നുന്നതാണത്. അങ്ങനെയുള്ള യഥാർത്ഥത്തിൽ ഇല്ലാത്ത ദുഃഖങ്ങളെ പരിഹരിക്കണം എന്ന് ഈശ്വരനോടോ അല്ലെങ്കിൽ മറ്റ് ആൾ ദൈവങ്ങളോടോ ചെന്ന് പ്രാർത്ഥിക്കുന്നത് വിഡ്ഢിത്തത്തിൻ്റെ പരമകാഷ്ഠയാണ്. വിഡ്ഢിത്തത്തിൻ്റെ മൂർധന്യതയാണത്. അതുകൊണ്ട് ജഗതീശ്വരനെ ശരണം പ്രാപിക്കൂ. ആ ജഗതീശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഒരിടത്തും പോണ്ട. ഒരിടത്തും പോയത് കൊണ്ട് രക്ഷപ്പെടില്ല. എവിടെ ചെന്ന് എന്തൊക്കെ പരിഹാരം ചെയ്താലും ദുഃഖമോചനം പൂർണ്ണമാവില്ല. മുട്ടുശാന്തി എന്തെങ്കിലുമൊക്കെ നടത്തിയിട്ട് വരാം, ഇരുട്ട് കൊണ്ട് ഓട്ടയടച്ചിട്ട് വരാം, അതേ ഉള്ളൂ. സർഗാദാവേവനോത്പന്ന ന ചൈവാദ്യാവഭാസതേ വികൽപശ്രീർജഗദ്ഭാസ കേവലം ഭാതി ചിന്നഭഃ. സർഗാദാവേവനോത്പന്ന. ഈ സൃഷ്ടി ആരംഭിച്ചിട്ട് എത്രയോ യുഗങ്ങളായി, കോടിക്കണക്കിന് വർഷങ്ങളായി എന്നാണ് ആധുനിക ശാസ്ത്രം തന്നെ പ്രഖ്യാപിക്കുന്നത്. സൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ ഈ ലോകമില്ലാത്തതാണ് എന്നാണ് വസിഷ്ഠ മഹർഷിക്ക് പറയാനുള്ളത്. സൃഷ്ടി തുടങ്ങുമ്പോൾ തന്നെ ഇല്ലാത്തത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എങ്ങനെ ഉള്ളതായിത്തീരും? തുടക്കത്തിൽ തന്നെ ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ തുടങ്ങാത്തത്. പ്രപഞ്ചം എന്നൊന്ന് ഉണ്ടായിട്ടേ ഇല്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അത് ജീവന്മാരുടെ സങ്കല്പത്തിൽ മാത്രമുള്ളതാണ്. അത് ഭ്രമരൂപത്തിൽ മാത്രം പ്രതിഭാസിക്കുന്ന ഒന്നാണ്. ഇങ്ങനെ സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ജനിക്കാത്തത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണ്ടാകാത്തത് എന്നർത്ഥം. നചൈവ അദ്യ അവഭാസത്തെ. ആരംഭിക്കാത്ത ഒന്ന്, തുടങ്ങാത്ത ഒന്ന് ഇപ്പം എങ്ങനെ നിങ്ങളുടെ അനുഭവ മണ്ഡലത്തിൽ പ്രകാശിക്കും? ആരോ എന്നോ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സൃഷ്ടിച്ച പ്രപഞ്ചം, ബ്രഹ്മദേവൻ അല്ലെങ്കിൽ ഈശ്വരൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലാണ് നമ്മൾ ജനിച്ചത്. ആ പ്രപഞ്ചത്തെയാണ് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണല്ലോ പലരുടെയും ധാരണ. ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടാകാത്ത ഒന്നിനെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭ്രമം എന്നർത്ഥം. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്ന് ആരാലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അജാതവാദം. മാണ്ഡൂക്യകാരികയിൽ ഗൗഡപാദരുടെ വാദമാണ് അജാതവാദം. ജനിച്ചിട്ടേയില്ല. ഈ പ്രപഞ്ചം എന്ന ഒരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വന്ന് ജനിക്കുകയും പ്രപഞ്ച പദാർത്ഥങ്ങളെയൊക്കെ അനുഭവിക്കുകയും ചെയ്യുക. ഇതൊക്കെ വെറും സ്വപ്നം പോലെ, ദീർഘസ്വപ്നം, വെറും മായാജാലം, മാജിക് പോലെ. ഒന്നും വാസ്തവമല്ല. എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രയാസമോ ഭയമോ ടെൻഷനോ ഒക്കെ ഉണ്ടാകുമ്പോൾ
ഇതില്ലാത്തതാണെന്ന് ഓർമ്മിച്ചു കൊടുക്കണം. അപ്പോഴ് നമഃശിവായ ജപിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഓം നമോ നാരായണായ രക്ഷപ്പെടില്ല. ഈശ്വരനാമങ്ങൾ ജപിക്കണ്ട എന്നല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥം. താത്വികമായ സത്യത്തെ ഉൾക്കൊള്ളൂ. ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് വിചാരിച്ച് ശ്രീരുദ്രവും ചമകവും നാരായണ മന്ത്രവും ഗായത്രി മന്ത്രവുമൊക്കെ ജപിച്ച് തള്ളുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ മന്ത്രങ്ങളെയും മറ്റ് സാധനങ്ങളെയും പരിഹസിക്കുകയാണ് എന്ന് ദയവായി എൻ്റെ ശ്രോതാക്കൾ കരുതരുത്. ഞാൻ ഏതിനാണ് മുൻതൂക്കം നൽകുന്നത്? ഒരു കാര്യത്തിന് ഞാൻ വ്യക്തമായി പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അതിന് ഊന്നൽ നൽകുമ്പോൾ മറ്റുള്ളതിനെ നിസ്സാരം എന്ന പോലെ പറയേണ്ടി വരുന്നു. തത്വബോധത്തിന് വേണം ഊന്നൽ നൽകാൻ. അതുമാത്രമേ നമുക്ക് അവസാന കാലത്തിൽ ഊന്നുവടിയുടെ പ്രയോജനം ചെയ്യൂ. മറ്റുള്ളതൊക്കെ തകർന്ന് തരിപ്പണമായി പോവും. നിങ്ങൾ ജപിക്കുന്ന ജപവും മന്ത്രവും മറ്റ് സാധനങ്ങളുമൊക്കെ ശരീരം വയ്യാണ്ടായി കിടപ്പിലാകുമ്പോൾ ഒന്നും നിങ്ങളുടെ ഒപ്പം വരില്ല. ആ സമയത്ത് എനിക്ക് ജപിക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പ്രാണായാമം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് പൂജ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പിടഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ശയ്യയിൽ കിടക്കേണ്ടി വരും. ഭീഷണിപ്പെടുത്തുകയാണെന്ന് മാത്രം വിചാരിക്കരുത്. ഭയപ്പെടുത്തുന്നതല്ല എൻ്റെ ഉദ്ദേശം. ഭയം തീർക്കലാണ്. ഭയത്തിൽ നിന്ന് മുക്തരാക്കുകയാണ്, മുക്തരാകാൻ വേണ്ടിയാണ് ഞാൻ ഈ തൊള്ള തുറക്കുന്നത്. അല്ലാതെ നല്ല തൊണ്ടവേദനയുണ്ട്, ഞാൻ ഇങ്ങനെ കിടന്ന് വിളിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇങ്ങനെ വിളിച്ചാലെങ്കിലും, ഇത്ര ശക്തമായി ഊന്നി പറഞ്ഞാലെങ്കിലും ഈ സത്യം ശ്രോതാക്കളുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ അത് സ്ഥിരപ്രതിഷ്ഠ നേടുമോ എന്നുള്ള ഒരു എളിയ ശ്രമം മാത്രം. ഇത്രയേ ഉള്ളൂ. അതിൽ കവിഞ്ഞ് യാതൊന്നുമില്ല. ബാലകൃഷ്ണൻ നായർ സാറിനെ പോലെ ശാന്തമായി എല്ലാം ബ്രഹ്മമാണ്, ബോധമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല, ബോധത്തിലെ വെറും ഭ്രമമാണ് ഞാനും എൻ്റെ അനുഭവമണ്ഡലത്തിലുള്ള പ്രപഞ്ചവും. ഇങ്ങനെ പറയാൻ അറിഞ്ഞൂടാത്തത് കൊണ്ടല്ല, അങ്ങനെ സംസാരിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടുമല്ല. ശക്തമായി നമ്മൾ ഒന്നിനെ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒച്ച കൂടും. ചിലപ്പോൾ മേശപ്പുറത്തൊക്കെ ആൾക്കാർ മുട്ടി ചുരുട്ടി ഇടിക്കാറുണ്ട്. എന്തിനാ? ഞാൻ പറയുന്നതിൽ എനിക്ക് അശേഷം സംശയമില്ല എന്ന് ശ്രോതാക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണത്. ആ പറയുന്നതിന് ഒരു ബലം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ആക്ഷനുകൾ കാണിക്കുന്നത്. സർഗാദാവേവനോത്പന്ന, സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഉണ്ടാകാത്തതാണ് ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ സൃഷ്ടി ആരംഭിച്ചിട്ട് തന്നെ ഇല്ല. സൃഷ്ടി ആരംഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പ്രപഞ്ചം നിങ്ങളുടെ ഭ്രമമല്ലാതെ മറ്റെന്താണ്? നചൈവ അദ്യാവഭാസത്തെ, ആരംഭിക്കാത്ത ഒന്ന് എങ്ങനെ നിങ്ങളുടെ അനുഭവമണ്ഡലത്തിൽ ഇപ്പോൾ ഉള്ളതായിത്തീരും? വികൽപശ്രേർ ജഗദ്ഭാസ, നിങ്ങളുടെ വികൽപ്പമെന്നാൽ തെറ്റിദ്ധാരണ, ഭ്രമം, മിഥ്യ, അറിവില്ലായ്മ, അത് കാരണം ഉണ്ടെന്ന് തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. വികൽപശ്രീയാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണയാണ് പ്രപഞ്ചവും പ്രപഞ്ച പദാർത്ഥങ്ങളുമായി പ്രകാശിക്കുന്നത്. കേവലം ഭാതി ചിഹ്നഭ, തെറ്റിദ്ധരിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണം. തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഒന്ന് വേണം. കയറില്ലാത്ത സ്ഥലത്ത് ആരെങ്കിലും സർപ്പത്തെ കാണുമോ? ആകാശത്തിലാണ് നീലിമ കാണപ്പെടുന്നത്. ആകാശം എന്ന ഒന്ന് തന്നെ ഇല്ലെങ്കിൽ എങ്ങനെ നീലനിറം പ്രത്യക്ഷപ്പെടും? മരുഭൂമി തന്നെ ഇല്ലെങ്കിൽ എങ്ങനെ കാനൽ ജലം കാണപ്പെടും? ബ്രഹ്മം എന്ന ഒരു അധിഷ്ഠാന വസ്തു തന്നെ ഇല്ലെങ്കിൽ പ്രപഞ്ചം എങ്ങനെ അനുഭവപ്പെടും?
പ്രപഞ്ചമായി കാണപ്പെടാൻ, തെറ്റിദ്ധരിക്കപ്പെടാൻ ഒന്നുണ്ടാവണം. അതാണ് ബ്രഹ്മം. പക്ഷേ നമ്മുടെ പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. പ്രപഞ്ചത്തെ ആത്മാവായി കാണൂ, ബ്രഹ്മമായി കാണൂ. അത് ശരിയായ ധാരണ. ശരിയായ ധാരണ സുഖിപ്പിക്കും, തെറ്റിദ്ധാരണ ദുഃഖിപ്പിക്കും, ഭയപ്പെടുത്തും, ടെൻഷൻ ഉണ്ടാക്കും, കാമക്രോധാദി വികാരങ്ങൾ ജനിപ്പിക്കും. എല്ലാം തെറ്റിദ്ധാരണയാണ്. തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചിന്നഭസ്, നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം, ചിദാകാശം മാത്രമേ ഉള്ളൂ. ഈ ആകാശം ആകാശം എന്ന് കൂടെ കൂടെ നാഴികയ്ക്ക് 40 വട്ടം എന്തിനാണ് വസിഷ്ഠ മഹർഷി പറയുന്നതെന്ന് ചോദിച്ചാൽ, ആകാശം പോലെ വ്യാപിച്ചു നിൽക്കുന്നതാണ് ഈ ബോധം. ഇത് കുടുസായ ഒന്നല്ല, ഓരോ ശരീരത്തിലും ഒതുങ്ങി പരിമിതമായി കഴിയുന്ന ഒന്നല്ല ഈ ആത്മാവ്. ഇത് സർവവ്യാപകമായ സത്യമാണ്. എങ്ങനെയാണോ ആകാശം എങ്ങും വ്യാപിച്ച് വിലസുന്നത്, അതുപോലെ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സത്താവിശേഷം അല്ലെങ്കിൽ സത്ത, അതാണ് ബ്രഹ്മം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ചിദാകാശം, ചിന്നഭസ് എന്ന ആകാശത്തിൻ്റെ പര്യായങ്ങൾ ഓരോന്നും ഈ ചിത്ത് എന്ന വാക്കിൻ്റെ കൂടെ ചേർത്ത് പറയുന്നത്. ചിദാകാശം മാത്രമേ ഇവിടെ യഥാർത്ഥത്തിലുള്ളൂ, ബ്രഹ്മമല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ ഈ വസ്തുക്കളൊന്നും ഇല്ല എന്നാണോ? വസ്തുക്കളില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മമില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. വസ്തുക്കളുണ്ട്, നിങ്ങൾ കാണുന്നത് പോലെയുള്ള വസ്തുക്കളില്ല. നാമരൂപങ്ങളോട് കൂടിയ ഒന്നും ഇവിടെ ഇല്ല. നാമരൂപരഹിതമായ ആത്മാവ് തെറ്റിദ്ധാരണയിലൂടെ വീക്ഷിക്കപ്പെടുമ്പോൾ, തെറ്റിദ്ധാരണയാകുന്ന കണ്ണാടിയിലൂടെ നോക്കുമ്പോൾ നാമരൂപങ്ങളോട് കൂടിയ ഒന്നെന്ന പോലെ തോന്നുന്നു. അത് തോന്നൽ മാത്രമാണ്. ഈ കണ്ണാടി എടുത്തു കളയും. മഞ്ഞ നിറമുള്ള കണ്ണാടിയിലൂടെ നോക്കിയാൽ എല്ലാം മഞ്ഞയായി കാണപ്പെടും. അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ചാലും മതി. മഞ്ഞപ്പിത്തം ബാധിച്ചവന് എല്ലാം മഞ്ഞളായിട്ടാണ്, മഞ്ഞ നിറത്തോട് കൂടിയവയായി തോന്നും. അജ്ഞാനം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള മഞ്ഞപ്പിത്തമാണ്. ഏത് കീഴാനെല്ലി അരച്ച് പാലിൽ സേവിച്ചാലും ഈ അജ്ഞാനമാകുന്ന മഞ്ഞപ്പിത്തം തീരാൻ പോകുന്നില്ല. കീഴാനെല്ലിയാണ് ഈ മഞ്ഞപ്പിത്തത്തിന് ഫലപ്രദമായ ഔഷധം. അത് പശുവും പാലിൽ അരച്ച് സേവിക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അലോപ്പതി മരുന്നുകളുണ്ട്. ലിവ് 52, ലിവ് എന്ന് പറഞ്ഞാൽ ലിവർ എന്നാണ്. കരളിനെ ബാധിക്കുന്ന രോഗമാണ് ഈ മഞ്ഞപ്പിത്തം. അതിന് സംസ്കൃതത്തിൽ കാമില എന്നാണ് പറയുന്നത്. തമിഴിൽ അതിന് മഞ്ചക്കാമാലൈ, മഞ്ചക്കാമാലൈ. അത് കാമില എന്നുള്ളതാണ്. അതാണ് കാമാലൈ എന്നൊക്കെ ആക്കി മാറ്റിയത്. അതായത് ഈ നഖം ശരീരവുമായിട്ട് ചേരുന്ന ഭാഗമുണ്ടല്ലോ, അതിനെന്താ പറയുന്നത്? നഖത്തിൻ്റെ ഈ ഭാഗം അതിനെന്തോ ഒരു വാക്ക് പറയുമല്ലോ, ആർക്കും അറിയില്ല. നഖത്തിൻ്റെ എന്താ കണു എന്നാണോ? ഈ നഖം നമ്മുടെ ആ തോലിനോട് കൂടെ, തോലല്ല, ആ വിരലിനോട് കൂടെ ചേരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗമൊക്കെ മഞ്ഞ നിറമാവും. പിന്നെ കണ്ണിൻ്റെ ഉള്ളിൽ, അതായത് ആ വെളുത്തിട്ടുള്ള ഭാഗമുണ്ടല്ലോ, അവിടെ മഞ്ഞൾ നിറം വ്യാപിക്കും. മൂത്രവും നല്ല മഞ്ഞ നിറത്തിലായിരിക്കും പോവുക. ഇങ്ങനെ മൊത്തം മഞ്ഞ നിറമാവും. അതൊരു രോഗമാണ്. അപ്പോൾ നമ്മളൊക്കെ രോഗികളാണ്. ഈ അജ്ഞാനികളെ ഒക്കെ രോഗികളാണ്. ഏത് ആശുപത്രിയിൽ പോയാലും ഈ രോഗത്തിന് മരുന്നില്ല. ഇതിൻ്റെ മരുന്ന് ഋഷിമാരുടെ പക്കൽ മാത്രമേ ഉള്ളൂ. അറിവ്, ജ്ഞാനം, ആ ഒരു മരുന്ന് സേവിച്ചാൽ മാത്രമേ ഈ അജ്ഞാനമാകുന്ന രോഗം ഇല്ലാതാവുകയുള്ളൂ. തവ തർഹി കീദൃശ സിദ്ധാന്ത. ഇങ്ങനെ മറ്റ് സിദ്ധാന്തങ്ങളെയെല്ലാം വെല്ലുവിളിക്കുന്ന വസിഷ്ഠ മഹർഷി, അങ്ങയുടെ സിദ്ധാന്തം എന്താണ്? അതുകൂടെ ഞങ്ങൾ കേൾക്കട്ടെ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതാണ് പറയുന്നത്. സർഗാദാവേവനോത്പന്ന നചൈവ അദ്യ അവഭാസതേ
വികൽപശ്രീർ ജഗദ്ഭാസ കേവലം ഭാതി ചിന്നഭ. പ്രപഞ്ചം എന്നൊന്നും ഉണ്ടായിട്ടേയില്ല. പ്രപഞ്ച രൂപത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ആത്മാവിനെയാണ്. അത് ജീവന്മാരുടെ ഒരു തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടാവുന്നതാണ്. വാസ്തവത്തിൽ ഒരു ചിദാകാശം മാത്രമേ ഇവിടെയുള്ളൂ. ആഭാസമാത്രമേ വേദം ദൃശ്യമിത്യവബുധ്യതേ ദൃശ്യമിത്യവബോധേന തദൃതേ സ്യാത് ക്വദൃശ്യത. ഈ ആശയങ്ങളൊക്കെ നേരത്തെ പല പ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളതാണ് വസിഷ്ഠ മഹർഷി. ദ്രഷ്ടുർ ദൃശ്യസ്യ സത്താംഗ അല്ല ദ്രഷ്ടുർ ദൃശ്യസ്യ സത്താംഗ ബന്ധ ഇത്യഭിധീയതേ. ജീവന്റെ സംസാര ബന്ധം എന്ന് പറയുന്നത് ദൃശ്യങ്ങളുമായുള്ള ഒട്ടലാണ്. ദൃശ്യങ്ങളുമായി മാനസികമായ ഒരു ബന്ധം, ഒരു ഒട്ടൽ, ഒരു സംഘം ജീവന്മാർക്കുണ്ടാവുന്നു. അതെന്തുകൊണ്ടെന്നോ ദൃശ്യം സത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ കാണപ്പെടുന്നത് എന്തും ദൃശ്യമാണ്. ആ ദൃശ്യം വാസ്തവമാണ്. ദ്രഷ്ടാവിൽ നിന്ന് അന്യമായി ദൃശ്യമില്ല. ദ്രഷ്ടാവ് തന്നെ തൻ്റെ അജ്ഞാനം കാരണമായി ദൃശ്യം ഉണ്ട് എന്ന് കരുതുന്നു. ആ കാണപ്പെടുന്ന, ഉള്ളതായി വിചാരിക്കപ്പെടുന്ന ദൃശ്യം ദ്രഷ്ടാവ് തന്നെയാണ്. സ്വപ്ന ദൃശ്യങ്ങളൊക്കെ സ്വപ്ന ദ്രഷ്ടാവല്ലാതെ മറ്റെന്താണ്? സ്വപ്ന ദൃശ്യങ്ങൾ സ്വപ്നം കാണുന്നവൻ തന്നെയാണ്. അതുപോലെ ജാഗ്രത അവസ്ഥയിലും ഈ ദ്രഷ്ടാവിൻ്റെ വെറും ഭ്രമമാണ് ദൃശ്യങ്ങൾ. ദ്രഷ്ടാവ് തന്നെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ട് തന്നെ ദൃശ്യങ്ങൾ എന്ന പോലെ കാണുന്നു. ഈ അവസ്ഥയാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. ആഭാസമാത്രമേ വേദം. ആഭാസം എന്ന് പറഞ്ഞാൽ തോന്നൽ, പ്രതീതി എന്നൊക്കെയാണ് അർത്ഥം. ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുന്നു. ഈ കാണുന്നതെല്ലാം ആഭാസം മാത്രമാണ്. ദൃശ്യമിത്യവബുദ്ധ്യത. ദൃശ്യത്തിന് സത്യത്വമില്ല. നമ്മൾ പുറമേ കാണുന്ന വസ്തുക്കളും വ്യക്തികളും ഒന്നും വാസ്തവമല്ല. അതൊക്കെ കാണുന്നവൻ്റെ തോന്നൽ മാത്രമാണ്. ഇത് അത്ര പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഈ ദൃശ്യത്തെ അത്ര കണ്ട് സത്യമായി നാം വിചാരിച്ചു പോയി. ഈ ജന്മത്തിലല്ല, ജന്മജന്മാന്തരങ്ങളിൽ ഈ പ്രപഞ്ചം എന്നൊന്നുണ്ട്, ഇത് സത്യമാണ്, ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരു ശരീരം, മനസ്സ്, പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഒരഹങ്കാരം എല്ലാം ഉണ്ട് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. നല്ല ധൈര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഇതൊക്കെ മിഥ്യയാണ് എന്ന് ഉറപ്പിക്കാം. അല്ലാത്തവർക്ക് കുറേ അധികം പരിശ്രമിക്കേണ്ടി വരും. ദൃശ്യം എന്ന് പറയുന്നത് വെറും തോന്നലാണ്. ദൃശ്യമിത്യവബോധേന തദൃതേ സ്യാത് ക്വ ദൃശ്യത. ഈ ദൃശ്യത്തെ നിങ്ങൾ ദൃശ്യമാണ് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ടാണ് അത് അവിടെ അങ്ങനെ പ്രകാശിക്കുന്നത്. കയറിലെ പാമ്പ് ഭ്രമിക്കുന്നവന് മാത്രം എങ്ങനെയാണ് സത്യമായി തീരുന്നത്? അയാൾ അവിടെ പാമ്പുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഇല്ലാത്ത പാമ്പിന് അയാൾ ഉണ്മ നൽകിയിരിക്കുന്നു. അതില്ലാന്ന് ആര് പറഞ്ഞാലും അയാളുടെ മനസ്സ് അംഗീകരിക്കുന്നില്ല. കാരണം അയാൾ അങ്ങനെ ധരിച്ച് വശായിപ്പോയി, അങ്ങനെ അയാൾ ഉറപ്പിച്ചു പോയി. ഇപ്പം അയാൾ തന്നെ ആ തെറ്റിദ്ധാരണയെ മാറ്റണം. അല്ലാതെ ആ പാമ്പ് അയാളുടെ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷമാവുകയില്ല, മറഞ്ഞു പോവുകയില്ല. ഈ ഭ്രമദൃശ്യങ്ങളുടെ ശക്തി എന്ന് പറയുന്നത് അത്ര കണ്ട് വലുതാണ്. ഭ്രമദൃശ്യങ്ങളെ സത്യമെന്ന് കരുതുന്നത് ദ്രഷ്ടാവാണ്. ഈ ദ്രഷ്ടാവ് വിവേകത്തിൻ്റെ സഹായത്തോടുകൂടി ഞാൻ കാണുന്ന ദൃശ്യം എൻ്റെ തന്നെ ഭ്രമമാണ്, തോന്നലാണ് എന്ന് തീരുമാനിച്ച്
ആ ദൃശ്യത്തിൻ്റെ സത്യത്വത്തെ, അസ്തിത്വത്തെ ഉള്ളിൽ നിന്ന് നീക്കിയാലല്ലാതെ ആ ദൃശ്യം അയാളുടെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോവില്ല. യഥാർത്ഥത്തിൽ ഈ ദൃശ്യം പുറമേ ആയിരുന്നെങ്കിൽ ഇതൊക്കെ എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഈ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെയാണ് നമ്മൾ ശാശ്വതം എന്ന് കരുതുന്നത്. അതെന്താ? ഇവിടെ എത്ര പേർ ജനിച്ചാലും എത്ര പേർ മരിച്ചാലും എന്തൊക്കെ മാറി മറിഞ്ഞാലും ഈ പ്രപഞ്ചം എന്ന ഒന്ന് ബാഹ്യലോകത്തിലുണ്ട്, പുറമേ ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അവിടെയാണ് കുഴപ്പം. ദൃശ്യത്തിന് സത്യത്വം നൽകുന്നു. ആ സ്വഭാവം മാറണം. എത്രയും പെട്ടെന്നത് മാറ്റിയെടുക്കണം. പ്രപഞ്ചം മിഥ്യയാണ് എന്ന ധാരണ ഉള്ളിൽ ഉറച്ചുറച്ചു വരണം. ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. അതിൽ കാണപ്പെടുന്ന ഒരു ഭ്രമദൃശ്യം മാത്രമാണ് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ എന്ന് മനസ്സിനെ വീണ്ടും വീണ്ടും പഠിപ്പിക്കണം. നമ്മൾ തന്നെയാണ് നമ്മുടെ ആചാര്യൻ. വേറെ ആരും നമ്മെ ഈ തത്വബോധം ഉറപ്പിക്കാൻ സഹായിക്കില്ല. ആചാര്യൻ ഇങ്ങനെ പറയും. എത്ര നേരം പറയും? 1.5 മണിക്കൂർ 2 മണിക്കൂർ പറയും. അത് കഴിഞ്ഞാൽ പിന്നെയും കിടപ്പുണ്ടല്ലോ 22 മണിക്കൂറുകൾ. അപ്പോൾ അവിടെയൊക്കെ ഈ പ്രപഞ്ചം സത്യമാണ്, സത്യമാണ്, കാണുന്നതൊക്കെ സത്യമാണ്, ഇവിടുന്ന് എല്ലാം മിഥ്യ, എല്ലാം ഭ്രമം എന്ന് പറഞ്ഞ് പോകുമ്പോഴായിരിക്കും നമ്മുടെ 2 വീലറിൻ്റെ പുറകെ വേറൊരു കാറുകാരൻ കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു 4 മോനെ അല്ലെങ്കിൽ ഒരു 4 മോളെ. തീർന്നില്ലേ? നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാൻ 1/2 സെക്കൻഡ് പോലും ആവശ്യമില്ല. എന്തുകൊണ്ട്? ഈ പ്രപഞ്ചം സത്യമാണ്. ഇത് എൻ്റെ 2 വീലർ. എത്ര രൂപ കൊടുത്താണ് വാങ്ങിച്ചതെന്ന് അറിയാമോ? വാങ്ങിച്ചിട്ട് 1 വർഷം പോലും തികഞ്ഞിട്ടില്ല. അവൻ കൊണ്ടുവന്ന് ഇടിച്ച് കാര്യമായ നാശനഷ്ടമൊന്നും ഇല്ലെങ്കിലും പുതിയ വണ്ടിയാകുമ്പോൾ ഒരു പോറൽ പറ്റിയാലും മനസ്സ് വല്ലാതെ വേദനിക്കും. അങ്ങനെയാണ് പുതിയത്. അത് ഇരുന്നിരുന്ന് പഴകി തുരുമ്പെടുക്കും ഒരു ദിവസം. എന്നാൽ ഈ പുതിയ വണ്ടി റോട്ടിൽ ഇറക്കുമ്പോൾ വേറൊരുത്തൻ കൊണ്ടുവന്ന് അതിനെ അവൻ്റെ വണ്ടിയും ഇവൻ്റെ വണ്ടിയും തമ്മിൽ ചുംബിച്ചാൽ ഒരു ചുംബനമാണ്. ഇപ്പോഴേ ഈ ചുംബന സമരം ഒന്നും കാണാനില്ല. എന്താണോ എന്തോ, ചുംബിച്ച് തൃപ്തി വന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ സംഭവങ്ങളൊക്കെ മാറി. ഭ്രാന്തന്മാരുടെ ലോകമെന്നല്ലാതെ എന്ത് പറയാൻ. ഒരൊറ്റ എണ്ണത്തിന് തലയ്ക്ക് വെളിവില്ല. ഒക്കെ ഊളംപാറയ്ക്ക് അകത്ത് കിടക്കേണ്ടത് പുറത്തിറങ്ങി നടക്കുകയാണ്. ഇനി പുറത്ത് ജീവിക്കേണ്ടവരാണോ അതിനകത്ത് അടയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതും അറിയില്ല. ഭ്രാന്തന്മാർ ഭ്രാന്തില്ലാത്തവരെ ഊളംപാറയിലാക്കിയതാണോ അതൊന്നും നമുക്കറിയില്ല. എനിക്ക് ഭ്രാന്തില്ല എന്ന് പറയുന്നവർ മിക്കവാറും ഭ്രാന്തന്മാരായിരിക്കും. ഞാൻ ഭ്രാന്തനാണെന്ന് അംഗീകരിക്കുന്നവന് ഭ്രാന്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഭ്രാന്ത് തെളിയുന്നതിൻ്റെ ലക്ഷണം എന്താണെന്നറിയാമോ? എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നൊരു സംശയം വന്നാൽ ഭ്രാന്ത് തെളിയുന്നു. അതല്ലേ ആ മണിച്ചിത്രത്താഴിൽ ശോഭന പറഞ്ഞത്? നകുലേട്ടാ, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതുവരെ അവർക്ക് സംശയമില്ലായിരുന്നു. വിടമാട്ടെ എന്ന് പറഞ്ഞിട്ട് കട്ടിൽ പിടിച്ച് പൊക്കിയപ്പോഴാണ് എന്നിട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച്. ഞാനിപ്പോൾ എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഗംഗയൊന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനെന്തോ പറഞ്ഞു, എനിക്കെന്തോ കുഴപ്പമുണ്ട്. അതാണ് ഭ്രാന്ത് തെളിയുന്നതിൻ്റെ സൂചന. അപ്പം ഇതുപോലെയൊക്കെയാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല, ഐ ആം ഓൾ റൈറ്റ്, ഞാൻ 100% പെർഫെക്റ്റ് ആണ് എന്ന് വിചാരിച്ചാൽ ഭ്രാന്തൻ എന്നർത്ഥം. നമുക്കൊക്കെ എന്തൊക്കെയോ കുഴപ്പമുണ്ട്. അത് തിരിച്ചറിയണം. എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസാരത്തിൽ, എൻ്റെ പെരുമാറ്റത്തിൽ, എൻ്റെ നടത്തയിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഓരോ പ്രവൃത്തിയിലും എന്തൊക്കെയോ കുഴപ്പമുണ്ട്. പക്ഷേ അത് ആ വ്യക്തി തിരിച്ചറിയുന്നില്ല.
കുഴപ്പം മറ്റുള്ളവരിലുണ്ട് എന്ന് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭ്രാന്തൻ്റെ ലക്ഷണം. ഭ്രാന്തൻ പറയുന്നത് തനിക്കാണ് ഭ്രാന്തൻ, ഈ ലോകത്തിലുള്ളവരെല്ലാം ഭ്രാന്തന്മാരാണ്, ഞാൻ മാത്രമാണ് ഭ്രാന്തില്ലാത്തവൻ. ഇങ്ങനെയാണ് ഓരോ ഭ്രാന്തനും സംസാരിക്കുന്നത്. അതുപോലെ നമ്മൾ സംസാരിച്ചാൽ നമ്മൾ ഭ്രാന്തനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ദൃശ്യമിത്യവബോധേന തദൃതേ സ്യാത് ക്വ ദൃശ്യത. ഒന്ന് ദൃശ്യമാണ്, അല്ലെങ്കിൽ പുറമേ കാണുന്നത് ദൃശ്യമാണ്, ഈ ദൃശ്യം വാസ്തവമാണ് എന്ന് ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ദൃശ്യം ഉള്ളതായിത്തീരുന്നത്. ആ ഉറപ്പ് അല്ലെങ്കിൽ ആ തീരുമാനം നിങ്ങൾ മാറ്റിയാൽ ക്വ ദൃശ്യത, പിന്നെ ഇവിടെ ദൃശ്യം എന്നൊന്ന് എങ്ങനെയുണ്ടാവും? നിങ്ങൾ ദൃശ്യമായി കണ്ടത് ബ്രഹ്മത്തെയാണ്, അഥവാ നിങ്ങളെ തന്നെയാണ്. എൻ്റെ ഉള്ളിലെ ബോധം തന്നെ എൻ്റെ തെറ്റിദ്ധാരണ കാരണമായി, എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പ്രപഞ്ചം എന്ന പോലെ പുറത്ത് ഒരു വസ്തുവായി പ്രകാശിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ പ്രപഞ്ചത്തെ കൊണ്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മുക്തരാകും. തനിക്കന്യമായി ഒരു പ്രപഞ്ചമുണ്ട് എന്ന് കരുതുന്നിടത്തോളം കാലം പ്രപഞ്ചത്തിൽ നിന്ന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ഒറ്റ വഴി, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിനും എനിക്കും വ്യത്യാസമില്ല. വാസിഷ്ഠൻ പറയുന്നത് എന്താണ്? തന്നെ കൊല്ലാനായി പാഞ്ഞെടുക്കുന്ന, കയ്യിൽ ഒരു വാളുമായി പാഞ്ഞെടുക്കുന്ന തൻ്റെ ബദ്ധശത്രുവിനെ പോലും ബ്രഹ്മമായി കാണുന്നതാണ് ബ്രഹ്മനിഷ്ഠയുടെ പരമകാഷ്ഠ എന്നാണ് പറയുന്നത്. തന്നെ കൊല്ലാൻ ഒരാൾ വാളുമായി ഓടിയെടുക്കുന്നു, അത് ഈശ്വരനാണ്, അല്ലെങ്കിൽ അത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞാൽ, അങ്ങനെ ഒരു അക്ഷോഭ്യനായി നിങ്ങൾക്ക് നിൽക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളെക്കാളും വലിയ ഒരു ബ്രഹ്മനിഷ്ഠൻ ഈ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല. ഒരു പട്ടി അവിടുന്ന് ഇങ്ങനെ നോക്കുമ്പം ഓടാൻ തുടങ്ങുന്നവരാണ് നമ്മൾ. ആ പട്ടിയുടെ നോട്ടം അത്ര ശരിയല്ല, എന്തോ പെശകുണ്ട്. ഇവനെങ്ങാനും ഓടി വന്ന് കടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കണങ്കാലിലുള്ള മാംസത്തിലെ ഒരു റാത്തൽ അവൻ്റെ വായിലിരിക്കും. ഒരു റാത്തൽ മാംസം, ഒറ്റ കടിയാണ്, കടിച്ച് പറിച്ചെടുത്തോണ്ട് കൊടുക്കളയും. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള മാംസം എൻ്റെ ശരീരത്തിൽ തന്നെ ഇരിക്കട്ടെ, പട്ടിക്ക് തിന്നാൻ വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഞാൻ തന്നെ കൊടുക്കണോ അതിന് ഭക്ഷണം? പട്ടിയെ പേടിക്കാത്തവരാരുമില്ല. ഈ ടൂ വീലറിൻ്റെ മുമ്പിലൊക്കെ ചാടി വീണ് എത്ര പേർക്കാണ് അപകടം പറ്റിയിട്ടുള്ളതെന്നറിയാമോ? ഇടികൊണ്ട പട്ടി തെറിച്ച് വീഴും, 2 മിനിറ്റ് അവിടെ കിടന്നിട്ട് അവൻ എണീറ്റ് പോകും. ഈ സ്കൂട്ടറിൽ വീണ ഇവൻ 2 മാസം PRS കിടക്കും. അത് പട്ടിക്ക് എന്തോ ഒരു കഴിവുണ്ടെന്നാണ് ഞാൻ കേട്ടുള്ളത്. അതായത് ഈ എന്തെങ്കിലും വന്ന് അതിൻ്റെ ശരീരത്തിൽ തട്ടിയാൽ അതിൻ്റെ ആ ഷോക്ക് കുറയ്ക്കാൻ വേണ്ടി ആ ബോഡി അങ്ങനെ അഡ്ജസ്റ്റ് ആവും, അതിൻ്റെ ആ എല്ലുകളൊക്കെ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു റിഫ്ലെക്സ് ആക്ഷനാണ്. അതുകൊണ്ട് അതിന് വലിയ ഇടിയുടെ ആഘാതം വലുതായിട്ട് സംഭവിക്കത്തില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നല്ല ഇടി കൊണ്ട പട്ടിയൊക്കെ ഒന്നുമില്ല, നമ്മൾ വിചാരിക്കുക അതിൻ്റെ എല്ലുകളൊക്കെ തകർന്നു പോയിട്ടുണ്ടാവും, ഒരു പ്രശ്നമില്ല. ഇതുപോലെ എത്ര ഇടി കൊണ്ടതാണ് ഞാൻ. എന്നെ ഇടിച്ചവനൊക്കെ ആശുപത്രിയിലായിട്ടുണ്ട് പറയും പട്ടി. അതുകൊണ്ട് ഭയങ്കര അപകടമാണ്. ടൂ വീലർ ഓടിച്ചുകൊണ്ടിരിക്കും, ചിലപ്പോൾ പട്ടി കുരച്ചുകൊണ്ട് കൂടെ വരും. അപ്പോഴാണ് നമ്മുടെ BP കൂടുന്നത്. ഭയം കൊണ്ട് തന്നെ ആളുകൾ മരിച്ചു പോകും. മറ്റേതാണെങ്കിലും പട്ടിയുടെ പുറത്ത് ഇടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇത് നമ്മുടെ വണ്ടിയോടൊപ്പം ഇങ്ങനെ ഓടി വരും കുരച്ചുകൊണ്ട്. ഞാൻ അതുകൊണ്ടാണ് ടൂ വീലർ ഓടിക്കാത്തത്. അതുകൊണ്ടൊന്നുമല്ല, പേടിയാണ്, റോഡ് ഫിയർ. റോഡിൽ വണ്ടി ഇറക്കുമ്പോൾ പുറകെ ഇരുന്ന് വണ്ടി ഓൺ അടിക്കുമ്പോൾ ഞാൻ പതുക്കെ റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കും. നീ പോ ചേട്ടാ, ചേട്ടാ ആദ്യം പോ. അങ്ങനെയുള്ളവന് ഓടിക്കാൻ പറ്റില്ല. വണ്ടി റോഡിൻ്റെ സൈഡിൽ പാർക്ക് ചെയ്യാൻ മാത്രമേ പറ്റൂ, ബാക്കിയുള്ള വണ്ടികൾ റോഡിൽ കൂടെ പോകും. അപ്പോൾ ഞാൻ റോഡിൻ്റെ സൈഡിൽ എന്തിനാണ് വണ്ടി പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നത് നിർത്തി. 1-2 ദിവസം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. പോയ റൂട്ട് വേണമെങ്കിൽ പറയാം, ബാക്കിയുള്ളവരുടെ അടുത്തും പറയണ്ട. കരമന ഇന്ന് സ്റ്റാച്ചു വരെ പോയിട്ടുണ്ട്.
രാവിലെ ഒരു 7 മണിക്ക്, അതായത് ട്രാഫിക്കൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ്. അത് കഴിഞ്ഞിട്ട് വിജനമായി കിടക്കുന്ന ശംഖുമുഖ റോഡ്, വലിയ ട്രാഫിക്കൊന്നുമില്ല, അതുവരെ ഒരു TVS 50-ൽ ഞാൻ ഓടിച്ച് പോയിട്ടുണ്ട്. പുറകിൽ ഒരു ബലത്തിന് ഒരാളെ കൂടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വലിയ ചിദംബര രഹസ്യങ്ങളാണ്, ആർക്കും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ്, വ്യക്തിപരമായ രഹസ്യങ്ങളാണ്. യദി കേവലം ചിന്നഭയേവ ഭാതി തർഹി ദൃശ്യമിതി സർവൈഹി ജനൈഹി കിം അവബുദ്ധ്യതേ തത്രാഹ. ഒരു ചിദാകാശം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് അങ്ങ് സിദ്ധാന്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ദൃശ്യമായി കാണുന്നത് എന്തിനെയാണ്? ദൃശ്യം അവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ അനുഭവിക്കുന്നത്. എല്ലാ ജനങ്ങളും അങ്ങനെയാണല്ലോ. ലോകത്തുള്ള സകല ജീവന്മാരും പ്രപഞ്ചത്തെ സത്യമെന്ന് കരുതിയാണല്ലോ ജീവിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ പ്രപഞ്ച പദാർത്ഥങ്ങൾ തികച്ചും മിഥ്യയാണ് എന്ന് അങ്ങ് എങ്ങനെയാണ് പറയുക എന്ന് ചോദിച്ചാൽ പറയാം, വിവർത്തമാത്രമേവേത്യർത്ഥ. വിവർത്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു തരത്തിലും പരിണമിക്കാതെ അത് മറ്റൊന്നെന്ന പോലെ കാണപ്പെടും. അതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. വിശേഷേണ വർത്തിക്കുക എന്ന് പറഞ്ഞാൽ വസ്തുവിന് ഒരു മാറ്റവും സംഭവിക്കാതെ അത് മറ്റൊന്നെന്ന പോലെ അനുഭവപ്പെടുന്നു. അതിനെന്താ കാരണം എന്ന് ചോദിച്ചാൽ കാണുന്നവൻ്റെ കാഴ്ചയിലുള്ള തകരാറ്. കയറ് എന്തുകൊണ്ട് പാമ്പായി കാണപ്പെടുന്നു? കാണുന്നവൻ്റെ കുഴപ്പമാണ്, കയറിൻ്റെ കുഴപ്പമില്ല. മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്നത് മരുഭൂമിയുടെ കുറ്റമല്ല. അവിടെ വെള്ളമുണ്ടെന്ന് ഭ്രമിക്കുന്നവൻ, അവനാണ് അതിന് ഉത്തരവാദി. വിവർത്തമാത്രമേവേത്യർത്ഥ ദൃശ്യമിത്യവബോധേന ഗൃഹ്യമാണസ്യ അസ്യ ശുക്തിരജത മരുനദീ കേശോണ്ട്രകാദേഹ തച്ചിന്നഭഃ ഋതേ കോ സത്യതാ ദൃഷ്ടാ ഇത്യർത്ഥഃ. ദൃശ്യം ഇത്യവബോധേന, ദൃശ്യം സത്യമാണ് എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു, ജന്മജന്മാന്തരങ്ങളായി ഉറപ്പിച്ചിരിക്കുന്നു. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഈ പ്രപഞ്ചം സത്യമാണ് എന്നുള്ള വിചാരം. ഗൃഹ്യമാണസ്യ അസ്യ, ദൃശ്യം എന്ന പേരിൽ നമ്മൾ ഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് ബ്രഹ്മത്തെയാണ്. ബ്രഹ്മമാണെന്ന് കാണാൻ പറ്റുന്നില്ല. സൂര്യചന്ദ്രന്മാരും പക്ഷിമൃഗാദികളും വൃക്ഷങ്ങളും ചെടികളും മനുഷ്യരും കല്ലും മണ്ണും ഒക്കെ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ പിടിപ്പ് കേടാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം കാരണമായിട്ടാണ് ബ്രഹ്മത്തെ പ്രപഞ്ചമായി തെറ്റിദ്ധരിക്കുന്നത്. ഏതുപോലെ ശുക്തി രജത മരുനദീ കേശോണ്ട്രകാദേഹ, ഇതൊക്കെ ഭ്രമത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ശുക്തി രജതം എന്ന് പറഞ്ഞാൽ ചിപ്പിയിലെ വെള്ളി, മുത്തുച്ചിപ്പി വെള്ളി പോലെ പ്രകാശിക്കും. അകലത്ത് നിന്ന് നോക്കിയാൽ തിളങ്ങുന്നത് പോലെ തോന്നും. ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കണ്ണാടി പോലും, ഇപ്പോൾ ഈ സ്കൂട്ടറിൻ്റെയും കാറിൻ്റെയും ഒക്കെ കണ്ണാടി ഉണ്ടല്ലോ, ഫ്രണ്ടിലുള്ളതല്ല, മുഖം നോക്കാൻ സൈഡ് വ്യൂ, റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ. ആ മിറർ ഒരു പ്രത്യേക ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ പ്രകാശം തട്ടിയിട്ട് നമ്മുടെ കണ്ണ് മഞ്ഞളിച്ചു പോകും. അതൊരു പ്രത്യേക ആംഗിളിൽ മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. ശുക്തി രജതം, ശുക്തി എന്ന് പറഞ്ഞാൽ ചിപ്പി, രജതം വെള്ളി. ചിപ്പി വെള്ളി പോലെ തോന്നുന്നതും മരുനദി, മരുഭൂമിയിൽ നദി അല്ലെങ്കിൽ ജലാശയം അലയടിക്കുന്നത് പോലെ കാണപ്പെടുന്നതും കേശോണ്ട്രകം. അതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ആകാശത്തിൽ ഇങ്ങനെ കണ്ണും നട്ടിരുന്നാൽ വിദൂരതയിൽ നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാതെ ഇടയ്ക്കുള്ള ആ സ്പേസിൽ ശ്രദ്ധ പതിപ്പിച്ചാൽ ചെറിയ എന്താ പറയുക, ഗോളാകൃതിയിലുള്ള വസ്തുക്കൾ ഇങ്ങനെ പൊന്തി മറയുന്നത് പോലെ തോന്നും. ഇങ്ങനെ ഉയരുകയും താഴുകയും ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. അതായത് നമ്മളിങ്ങനെ ആകാശത്തിൽ നോക്കണം, പക്ഷേ
നമ്മുടെ ശ്രദ്ധ ആകാശത്തിലാവരുത്. ഇതിൻ്റെ ഇടയ്ക്ക്, നമ്മുടെ കണ്ണിനും ആകാശത്തിനും ഇടയ്ക്കുള്ള ആ മധ്യഭാഗത്തിൽ അവിടെ നമ്മളിങ്ങനെ നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ചെറിയ ഗോളാകൃതിയിലുള്ള കണികകൾ ഇങ്ങനെ ഉയരും, പെട്ടെന്ന് താഴെ ഇങ്ങനെ ഉയരുന്നത് പതുക്കെയാണ്, പക്ഷെ താഴെ വീഴുന്നത് പെട്ടെന്നായിരിക്കും. പിന്നെ ചില തലനാരിഴകൾ പോലെയുള്ള ഭ്രമദൃശ്യങ്ങൾ അങ്ങനെ കാണപ്പെടാം. അതിനെയാണ് കേശോണ്ട്രകം എന്ന് പറയുന്നത്, ഭ്രമം എന്നർത്ഥം. ഈ ഉദാഹരണങ്ങളെല്ലാം ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നുമോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് വേദാന്തം നിരത്തുന്നത്. തച്ചിന്നഭാരതേ ക്വ സത്യതാ ദൃഷ്ടേത്യർത്ഥ. ആത്മാവ് മാത്രമാണ് സത്യം. കാരണം യഥാർത്ഥത്തിൽ ഉള്ളതാണ്. ഉള്ളതിൽ ഇല്ലാത്തത് ആരോപിക്കപ്പെടുമ്പോൾ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നും. ഉള്ളതിലാണ് ഈ ഇല്ലാത്തത് ആരോപിക്കപ്പെടുന്നത്. ഉണ്മയിലാണ് ഇല്ലാത്ത പ്രപഞ്ചം അധ്യാരോപം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഇല്ലാത്തത് ഉള്ളതുപോലെ തോന്നും. കാരണം ഉണ്മയാണ് അതിൻ്റെ അധിഷ്ഠാനം. സ്വചമത്കാര ചാതുര്യം ചാരുചിഹ്നഭസാരസാദ് ബോധേന ബുദ്ധ്യതേ ദൃശ്യം ഇത്യബോധാന്ന ബുദ്ധ്യതേ. സ്വചമത്കാര ചാതുര്യം, ഈ ആത്മാവിൻ്റെ ഒരു ചമത്കാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തി വിശേഷമാണ് പ്രപഞ്ചം എന്ന് പറയപ്പെടുന്നത്. ഈ ആത്മാവ് എന്നും തന്നെ പ്രപഞ്ചമായി മാത്രമേ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ. ഈ പ്രപഞ്ചം ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. അനാദികാലമായി ഉണ്ടെന്ന് തോന്നുന്ന ഒരു ഭ്രമമാണ് ഈ പ്രപഞ്ചം. അത് ആത്മാവിൻ്റെ ഒരു പ്രകടനമോ ശക്തിവിശേഷമോ ആണ്. ആ ആത്മാവിൻ്റെ ശക്തിയുടെ പേരാണ് മായ. ഈ മായയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. സ്വചമത്കാര ചാതുര്യം, ചാതുര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ശക്തിവിശേഷം, അതിൻ്റെ ഒരു സാമർഥ്യം, തൻ്റെ തന്നെ ചമത്കാരമായ ശക്തിവിശേഷമായ മായയുടെ സാമർഥ്യമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണം. ചാരു ചിഹ്നഭസാരസാദ്, അതിഗംഭീരമായ ഒരു അനുഭവമാണ് പ്രപഞ്ചമെന്ന് പറയുന്നത്. ഭംഗിയായി ആ മായ ആ പ്രപഞ്ചത്തെ ഉള്ളതുപോലെയാക്കി തീർക്കുന്നു. വാസ്തവത്തിൽ ഇവിടെ ചിദാകാശം മാത്രമേ ഉള്ളൂ. രസാത്, ഈ പ്രപഞ്ചം ഇങ്ങനെ ഇല്ലാത്തതാണ്, അത് ഉള്ളതുപോലെ തോന്നുന്നു. പക്ഷേ ഇതിങ്ങനെ തുടർന്ന് നിലനിൽക്കാൻ എന്താ കാരണം? ഏത് ഭ്രമവും കുറേ നേരം അനുഭവിച്ച് കഴിയുമ്പോൾ അത് ഭ്രമമായതുകൊണ്ട് തന്നെ അതില്ലാതാവണ്ടേ എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചം എന്തുകൊണ്ടാണ് എത്ര ജന്മങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഇങ്ങനെ തന്നെ തുടരുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ രസം തോന്നുന്നു. രസം, ഇവിടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയാണ് അനുഭവിക്കാനുള്ളത്? തിന്നാനും കുടിക്കാനും കാണാനും തൊടാനും മണക്കാനും സ്പർശിച്ചറിയാനും എന്തുമാത്രമുണ്ട്. കേട്ട് രസിക്കുന്നു ആൾക്കാർ, പാട്ട് കേട്ട് രസിക്കുന്നു, പലതരം വിഭവങ്ങൾ രുചിച്ച് രസിക്കുന്നു. ഈ രസ സ്വഭാവം, അതാണ് ഈ പ്രപഞ്ചം ഒടുങ്ങാതെ ഇപ്പോഴും നിലനിൽക്കാൻ കാരണം. അല്ലെങ്കിൽ ആത്മാവിന് ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നതിൽ ഒരു രസം തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ തുടർന്ന് അനുഭവിക്കുന്നത്. ബോധേന ബുദ്ധ്യതേ ദൃശ്യം, ദൃശ്യത്തെ ഉണ്ട് എന്നറിയുന്നത് ബോധമാണ്. ബോധമെന്ന് പറഞ്ഞാൽ അനുഭവം, അനുഭവം സ്വരൂപമായിട്ടുള്ള തത്വത്തെയാണ് ബ്രഹ്മം, ആത്മാവ്, ചിത്ത് എന്നൊക്കെ പറയുന്നത്. ആ ചിത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ദൃശ്യം ഉള്ളതായിത്തീരുന്നത്. ദൃശ്യത്തിന് ഉണ്മ നൽകുന്നത് ബോധമാണ്. അബോധാന്ന ബുദ്ധ്യത, ചിത്ത് പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തയ്യാറല്ലെങ്കിൽ പ്രപഞ്ചം ഇല്ല. നമ്മൾ
പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തയ്യാറാകാത്ത സന്ദർഭങ്ങളുണ്ട്. ഗാഠനിദ്ര മതി, രാത്രിയാവുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അല്ലല്ല, പകലും കിടന്നുറങ്ങാറുണ്ടല്ലോ ആൾക്കാർ. ശരീരത്തിന് ക്ഷീണം വരുന്നു. ശരീരത്തിന് എന്തുകൊണ്ടാണ് ക്ഷീണം വരുന്നത്? ഇന്ദ്രിയങ്ങൾ നിരന്തരം ബാഹ്യവസ്തുക്കളെ അനുഭവിച്ച് അവ തളർന്നു പോകുന്നു. ഇന്ദ്രിയങ്ങൾ തളരുന്നു, മനസ്സ് തളരുന്നു, ബുദ്ധി തളരുന്നു. ഇപ്പോൾ വിശ്രമം ആവശ്യമാണ്. വിശ്രമം എന്ന് പറഞ്ഞാൽ ഈ മഹാഭാവി ഉണ്ടല്ലോ, ഈ മനുഷ്യൻ അല്ലെങ്കിൽ ജീവൻ, ഇവന് തീർത്താൽ തീരാത്ത ആർത്തിയാണ്, കൊതിയാണ്. ഇവനായിട്ട് മതിയാക്കത്തില്ല. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ. ഇവൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ ആ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയെല്ലാം ഉള്ളിലേക്ക് വലിക്കും. വലിച്ചു കഴിയുമ്പോൾ ഇവൻ പതുക്കെ പതുക്കെ ഉറക്കത്തിലേക്ക് വഴുതി വീഴും. അങ്ങനെയാണ് ഉറക്കം വരുമ്പോൾ നമുക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ഉറങ്ങും. ഉറങ്ങാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുന്നുകൊണ്ട് ഉറങ്ങാൻ പറ്റുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇരുന്നുകൊണ്ട് ഉറങ്ങുന്നു, ഉറങ്ങാതെ ഇരിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും കിടക്കണം. ഞാൻ കിടക്കുന്നില്ല, ഞാൻ ഇരിക്കും. ഇപ്പോൾ റിസർവേഷൻ കിട്ടാത്ത കമ്പാർട്ട്മെൻറ്റിൽ RACയോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റോ അല്ലെങ്കിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിലോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അയാൾക്ക് സീറ്റില്ല, ബെർത്തില്ല, സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യമില്ല, ഇരുന്നുകൊണ്ട് ഉറങ്ങുകയേ നിവൃത്തിയുള്ളൂ. എന്നാലും ഉറങ്ങും. ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. ഉറക്കം നമ്മെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഉറങ്ങാതിരുന്നാൽ ചത്തുപോകും. ഉറങ്ങിയിട്ട് ജീവിക്കുന്നതോ നല്ല ശ്രേഷ്ഠം, ഉറങ്ങാതെ ചാവുന്നതോ ശ്രേഷ്ഠം. അതാണ് വേണ്ടത്. കുറച്ച് നേരം ഉറങ്ങുക. ഉറങ്ങാതിരിക്കാൻ പറ്റില്ല. ഉറക്കം നമ്മെ അടിമയാക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അബോധാന്ന ബുദ്ധ്യത, ബോധം, നമ്മിലെ ബോധം പ്രപഞ്ചത്തെ അനുഭവിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ പ്രപഞ്ചാനുഭവം ഇല്ല. ഇങ്ങനെ നമ്മൾ തയ്യാറാകുന്നത് കൊണ്ട് മാത്രം ഉള്ളതായി അനുഭവപ്പെടുന്നതാണ് ഈ പ്രപഞ്ചം. തഥാച ചിന്നഭസ സ്വചമത്കാര ചാതുര്യമേവ ദൃശ്യമിതി രസാത് ജാഗ്രത് സ്വപ്ന ബോധേന ബുദ്ധ്യത്തെ സുഷുപ്തൗ ച അബോധാത് നബുദ്ധ്യത ഇതി നിഷ്കർഷ ഇത്യർത്ഥ. ഈ ചിദാകാശം തൻ്റെ തന്നെ ചമത്കാരം കൊണ്ട്, അതായത് തൻ്റെ തന്നെ മായാശക്തി കൊണ്ട്, അത് ആത്മാവിൻ്റെ ഒരു സവിശേഷതയാണ്. അത് ആത്മാവിൻ്റെ ഒരു സാമർഥ്യമാണ് എന്നാണ് വസിഷ്ഠ മഹർഷി പറയുന്നത്. അതൊരു ചാതുര്യമാണ്. ആ ചാതുര്യം കാരണമായി തന്നെ ദൃശ്യം എന്ന പോലെ ആക്കി തീർക്കുന്നു. ആ ദൃശ്യമാക്കി തന്നെ മാറ്റുന്നതിൽ ഈ ജഗദീശ്വരന് ഒരു രസം തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം തുടർന്ന് നിലനിൽക്കുന്നത്. ദൃശ്യം ഇത് രസാതെ ജാഗ്രത് സ്വപ്നബോധേന, ജാഗ്രത്തിലും സ്വപ്നത്തിലും പ്രപഞ്ചാനുഭവം ഉണ്ട്. ബാഹ്യപ്രപഞ്ചത്തെ ജാഗ്രത്തിൽ അനുഭവിക്കുന്നു, ഉള്ളിലുള്ള പ്രപഞ്ചത്തെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നു. ഒന്ന് അകത്തനുഭവിക്കപ്പെടുന്ന ലോകം, മറ്റേത് പുറത്തനുഭവപ്പെടുന്ന ലോകം. ഇങ്ങനെ ജാഗ്രത് സ്വപ്നങ്ങളിൽ പ്രപഞ്ചാനുഭവം ഉണ്ട്. സുഷുപ്തൗച അബോധാത്, ഗാഠനിദ്രയിൽ ബോധം ഒന്നിനെയും അറിയാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട്? അറിയാൻ സഹായിക്കുന്ന മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ ഏതോ ഒരു ഇരുട്ടിൽ മറഞ്ഞു പോകുന്നു, ഒരു അന്ധകാരത്തിൽ അപ്രത്യക്ഷമാകുന്നു. ഉറക്കത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒരുതരം ഇരുട്ട് അല്ലെങ്കിൽ ശൂന്യതയെ മാത്രമാണ്, വേറൊന്നുമില്ല. കൂരിരുട്ടിൽ നിന്ന് പുറത്തു വന്ന ഒരുവനെ പോലെയാണ് ഒരാൾ ഉറങ്ങി എഴുന്നേൽക്കുന്നത്. ഈ ഇരുട്ട് എവിടെ നിന്ന് വന്നു? എവിടെ നിന്നും വന്നതല്ല, നമ്മുടെ ഉള്ളിലുള്ള ഇരുട്ടാണ്. ആ ഇരുട്ടിൻ്റെ പേരാണ് അജ്ഞാനം. ആ അജ്ഞാനത്തിൽ നിന്ന് പൊന്തിയതാണ് സകലതും. ആ അജ്ഞാനത്തിലേക്ക് തന്നെ എല്ലാം തിരിച്ചു ലയിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവമാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ അബോധം എന്ന് പറഞ്ഞാൽ ബോധം ഒന്നിനെ അറിയാതിരിക്കുന്നുവെങ്കിൽ
അപ്പോൾ പ്രപഞ്ചാനുഭവം ഇല്ല. അറിയാൻ തയ്യാറാകുമ്പോൾ പ്രപഞ്ചം ഉള്ളതുപോലെ അനുഭവപ്പെടുന്നു. ഇപ്പോൾ തയ്യാറായാൽ പ്രപഞ്ചമുണ്ട്, തയ്യാറായില്ലെങ്കിൽ ഇതില്ല. അതുകൊണ്ട് നമ്മൾ തയ്യാറാണോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചിരിക്കും പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. നമ്മൾ തയ്യാറാവുന്നു, തയ്യാറാവരുത്. ഇതിനെയൊക്കെ ബ്രഹ്മമായി കാണണം. അല്ല, തയ്യാറാവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാൽ പോരെന്ന്. ഉറങ്ങി എഴുന്നേറ്റ് പിന്നെയും നിങ്ങൾ ഇതിനെ തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഇത് ജാഗ്രതയിൽ തന്നെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഇല്ലായ്മ ഉറപ്പിക്കണം. ഇത് ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കണം. തത്വവിചാരത്തിൻ്റെ സഹായത്തോടുകൂടി ബുദ്ധിക്ക് ഉറപ്പ് വരുത്തണം. അങ്ങനെയായാൽ ഈ പ്രപഞ്ചം ഇന്ദ്രിയ ഗോചരമായി പ്രകാശിക്കുമ്പോഴും ഇന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുമ്പോഴും ബുദ്ധി ഇതിൻ്റെ ഇല്ലായ്മയെ ഉറപ്പിച്ചുകൊണ്ടിരിക്കും. ഇത് ഇല്ലാത്തതാണ് എന്ന് ആ ബുദ്ധി പറയും. ആ ബുദ്ധിയുടെ തീരുമാനമാണ് നമ്മുടെ അനുഭവം എന്ന പോലെ പ്രകാശിക്കുന്നത്. ബുദ്ധി എന്തിനെ തീരുമാനിക്കുന്നു അതാണ് നമ്മുടെ അനുഭവം. ജ്ഞാനിക്ക് ഈ പ്രപഞ്ചം ഇല്ല, അയാളുടെ ബുദ്ധി അങ്ങനെ തീരുമാനിച്ചു. അജ്ഞാനികൾ ഈ പ്രപഞ്ചം പരമസത്യമാണ് എന്ന് കരുതുന്നു, തീരുമാനിക്കുന്നു. ആ തീരുമാനമാണ് അവരുടെ പ്രപഞ്ചാനുഭവം സത്യമായി തീരാൻ കാരണം. ഇപ്പോൾ ബുദ്ധിയെ സത്യബോധമുള്ളതാക്കി തീർക്കുക, അല്ലാതെ രക്ഷയില്ല. ജഗൻ മിഥ്യ എന്നത് ബുദ്ധി എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ബുദ്ധി അംഗീകരിക്കേണ്ട ഒരു തീരുമാനമാണ് ജഗത്ത് മിഥ്യ എന്നുള്ളത്. നമ്മൾ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിക്കുന്നിടത്തോളം കാലം ബ്രഹ്മസത്യത്തെ ഒരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല കുട്ടികളായി, അതുപോലെ ഈ കുട്ടിയും ഒരു നല്ല കുട്ടിയായി തത്വബോധം കൂടുതൽ ഉറപ്പിക്കാൻ തയ്യാറാകും. അതിനുള്ള ശക്തി ജഗദീശ്വരൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ന് നിർത്തുന്നു. ഇനി അടുത്ത ആഴ്ച